ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഈ വിജയം നമുക്ക് കൈവരിക്കണമെങ്കിൽ നാം നമ്മുടെ ആന്തരിക പ്രകൃതിയെ, മനസ്സിനെ പരിവർത്തനം വരുത്താൻ തയ്യാറാവണം. മനസ്സിനെ പരിവർത്തനം വരുത്താൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നാം ചില പരിശീലനങ്ങളിലൂടെ നിർബന്ധപൂർവം കൊണ്ടുപോകണം. അതിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. അങ്ങനെ ആരാണോ പരിശീലനങ്ങൾക്ക് തയ്യാറാവുന്നത് അവർക്ക് വിജയം സുനിശ്ചിതമാണ്. ഈ പരിശീലനം എന്ന് പറയുന്നത് അന്ധമായി എന്തോ ആവർത്തിച്ച് ചെയ്യുന്ന ഒരുതരം മെക്കാനിക്കൽ പ്രോസസ്സിംഗ് അല്ല. ഇവിടെ ഒരു ലക്ഷ്യമുണ്ട്, വ്യക്തതയുണ്ട്. ഈ വ്യക്തത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം മുഴുവൻ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. വികാസമാണ് പ്രപഞ്ചത്തിൻ്റെ പൊതുവെയുള്ള സ്വഭാവം. വികാസം അതിൻ്റെ പാരതമ്യത്തിലെത്തിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു സാന്ദ്രതയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സങ്കോചിക്കും. അത് പ്രകൃതിയുടെ സ്വഭാവം. നമുക്ക് വേണമെങ്കിൽ പറയാം പ്രകൃതി നിയമമെന്ന്. ഇവിടെ എല്ലാം വികസിക്കുകയാണ്. മനുഷ്യ മനസ്സിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. അത് വികസിപ്പിച്ചിട്ടില്ല എങ്കിൽ സങ്കോചിച്ചു കൊണ്ടേയിരിക്കും. മനസ്സിലായില്ല? മനസ്സ് എന്ന് പറയുന്ന വികാര ശക്തി, അതിൽ നല്ല വികാരങ്ങളും ചീത്ത വികാരങ്ങളും ഉള്ളതുകൊണ്ട് പലപ്പോഴും ചീത്ത വികാരങ്ങൾ അതിനെ സ്വാധീനിച്ചാൽ അത് വികസിക്കുന്നതിന് പകരം സങ്കോചിക്കാൻ തുടങ്ങും. ബുദ്ധി വികസിപ്പിക്കാൻ നമുക്ക് വിദ്യാഭ്യാസ പ്രക്രിയകളുണ്ട്. കുട്ടികളെ നമുക്ക് അക്ഷരം പഠിപ്പിക്കാം, ഭാഷ പഠിപ്പിക്കാം, സയൻസ് പഠിപ്പിക്കാം, കമ്പ്യൂട്ടർ പഠിപ്പിക്കാം, സംഗീതം പഠിപ്പിക്കാം, എക്സെട്ര എക്സെട്ര എക്സെട്ര. കാരണം ഇന്ന് വിദ്യാഭ്യാസത്തിന് അനവധി മേഖലകളുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം കൊണ്ട് മനസ്സ് വികസിക്കുകയില്ല. ഞാൻ ഇത് പറയുമ്പോൾ ഈ നിമിഷം, അതായത് ചെന്നൈ IIT ഒരു പ്രൊഫസർ ആത്മഹത്യ ചെയ്തു. IIT പ്രൊഫസറാവുക എന്ന് പറഞ്ഞാൽ സാധാരണ വിദ്യാഭ്യാസം പോരാ. കാരണം എൻട്രൻസ് എഴുതി IIT പഠിച്ച് IIT ഹൈ മാർക്ക് സ്കോർ ചെയ്ത്, അതുപോലെ തന്നെ തീസിസുകൾ സമർപ്പിച്ച്, ആ തീസിസുകളൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അവരുടെ വലിയ അവർക്ക് വിങ്ങുകളുണ്ട്, അവിടെ അത് ഡിസ്കഷനിൽ വെച്ച് ഇവരത് പ്രസൻറ്റ് ചെയ്ത്, സാധാരണ യൂണിവേഴ്സിറ്റിയിൽ PhD കിട്ടുന്ന പോലെയല്ല IIT PhD കിട്ടുന്നത്. അതിന് കുറേ പ്രക്രിയകളുണ്ട്. കാരണം ഇത് കൺവിൻസ് ചെയ്യണം. മറ്റത് എന്തെങ്കിലും കുന്തെഴുതി 4-5 ആളുകൾ അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറേറ്റായി. അതും നമ്മുടെ മുൻ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി 921 മാപ്പിള ലഹള എന്നൊരു സംഭവം ഉണ്ടായിരുന്നു മലബാറിൽ. കുറേ ഹിന്ദുക്കളെ വെട്ടിക്കൊന്ന് കുറേ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയ ക്രൂരതയുടെ, അക്രമത്തിൻ്റെ, അരാജകത്തിൻ്റെ ഒരു യുദ്ധമായിരുന്നത്. മാപ്പിള ലഹള എന്ന് തന്നെയാണ് പേര്. പിന്നീട് അത് മാറ്റിയിട്ടാണ് മലബാർ ലഹളയാക്കിയത്. അതിന് പിന്നീട് കേരളത്തിലെ ഗവൺമെൻറ് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി അതിനെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗമാക്കി. വാസ്തവത്തിൽ ഗാന്ധിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് സ്വാതന്ത്ര്യ സമരമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഗാന്ധിജി ജീവിച്ചിരുന്ന കാലത്താണ്. ഗാന്ധിജി അതിനെ കംപ്ലീറ്റ്ലി ഡിസപ്രൂവ് ചെയ്ത ആളാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അവർക്ക് പെൻഷൻ കൊടുത്താലല്ലേ നമുക്ക് വോട്ട് കിട്ടുള്ളൂ എന്നതുകൊണ്ട് അങ്ങനെയാക്കി. അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ഡോക്ടറേറ്റ് പഠിച്ചാലാണ് പഴയ വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ അതിലെത്രമാത്രം നോക്കൂ, അതിനൊരു ആ ഒരു കാര്യത്തിന് അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നതായിരിക്കുമല്ലോ ഡോക്ടറേറ്റ്, സംശയമില്ലല്ലോ. അത് മാപ്പിള ലഹളയല്ല, വേറെന്തോ ലഹളയാണ്, എന്തോ വലിയ കാര്യം ചെയ്തതാണെന്നായിരിക്കുമല്ലോ ഡോക്ടറേറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ അതിനെ വിമർശിക്കാനല്ല. നാം അറിഞ്ഞിരിക്കണം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമ്മളിങ്ങനെ വീടിൻ്റെ അകത്തിരുന്നിട്ട് TVയും കണ്ട് നമ്മളിങ്ങനെ മൊബൈലിലോ നമ്മുടെ ലോകത്തിലിരിക്കുമ്പോൾ ചുറ്റുപാട് നടക്കുന്നൊന്നും നമ്മൾ അറിയില്ല. അതൊക്കെയാണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യ അവസ്ഥയും. കണ്ണ് തുറന്ന് കാണേണ്ടത് കണ്ണ് തുറക്കാൻ നമ്മൾ തയ്യാറാവില്ല. ഇപ്പോൾ കുറച്ച് കണ്ണ് തുറക്കുന്നുണ്ട്. കാരണം പലരും പഠിച്ചു വരുന്നു. മക്കളൊക്കെ
കോളേജിൽ പറഞ്ഞയച്ചപ്പോൾ പ്രേമത്തിൽ വീണ് ഇപ്പോൾ ആട് മേയ്ക്കാൻ വേണ്ടി മറ്റ് വിദേശ രാജ്യങ്ങളിലെ ജയിലിൽ കിടക്കും മനസ്സിലാവുന്നുണ്ട്. ഇനിയും നമ്മൾ ടി വി കണ്ടുകൊണ്ടിരുന്നാൽ ഉള്ള കുട്ടികളൊക്കെ ആട് മേയ്ക്കാൻ പോകുന്നു. അതുകൊണ്ടിപ്പം പലർക്കും ഉണർവ് വരുന്നുണ്ട്. കാരണം പലതും കൊണ്ടുപഠിച്ചു. ഇപ്പോൾ കരുത്തരായി വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നാം നമ്മുടെ യഥാർത്ഥമായ മാനസിക വികാസത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, നിങ്ങൾ IIT പ്രൊഫസറായാലും മനോവിഷമം കൊണ്ട്, മാനസിക ആദി കൊണ്ട് ആത്മഹത്യ ചെയ്യും. കാരണം മനസ്സ് വികസിച്ചില്ല, ബുദ്ധി വികസിച്ചു. ഇന്ന് ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത്, ഗീത പഠിപ്പിക്കുന്നത് ബുദ്ധിക്കൊപ്പം തന്നെ മനസ്സിനെ വികസിപ്പിക്കുക. 2 കൈകളാണ് നമുക്കുള്ളത്, 2 കണ്ണുകളുള്ള പോലെ. 2 കാലുകളുണ്ടെങ്കിലല്ലേ നടക്കാൻ പറ്റൂ. ഇതുപോലെ ബുദ്ധിയിൽ അറിവിരിക്കട്ടെ, മനസ്സിൽ മനോബലമിരിക്കട്ടെ. അപ്പോൾ മനോബലമുണ്ടാവണമെങ്കിൽ പല മറ്റുള്ളവരുടെ വാക്കുകളും കേൾക്കേണ്ടി വരും. പരിഹാസങ്ങൾ, വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തൽ, കളിയാക്കലുകൾ, ടീസിങ് എന്നൊക്കെ പറയില്ലേ. ചിലപ്പോൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു എന്ന് വരും. പക്ഷേ തളരാതെ, പതറാതെ, കരയാതെ, കരുത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ ആ ശക്തി എവിടെ നിന്ന് കിട്ടും? ആര് തരും? അന്ന് ചുറ്റും നോക്കിയിട്ട് എൻ്റെ കൂടെ ആരുമില്ല, സമൂഹമില്ല. മനസ്സിനെ വികസിപ്പിക്കേണ്ട സമയത്ത് ഇരുന്ന മൊബൈലിലും കമ്പ്യൂട്ടറിലും ഇരുന്നിട്ട് ബുദ്ധി വളർന്നു, മനസ്സ് വളർന്നു. എന്ത് കാര്യം ജീവിതത്തിൽ? അവിടെയാണ് ഗീതയ്ക്കുള്ള പ്രസക്തി. അപ്പോൾ മനസ്സിനെ ഇങ്ങനെ തളരാതെ നമുക്ക് ഉയർത്തിയെടുക്കാം. അതാണ് കൃഷ്ണൻ ഗീതയിൽ ഓരോ ശ്ലോകത്തിലൂടെയും പറഞ്ഞുകൊണ്ടിരുന്നത്. നാം എത്തി നിൽക്കുന്ന ഇപ്പോൾ 35-ാം ശ്ലോകം, 35 മൂന്നാമത്തെ നമുക്കൊന്നുകൂടി വായിക്കാം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സ്വനുഷ്ഠിതാ സ്വധർമ്മേ നിതനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ശ്രേയാൻ സ്വധർമ്മോ പരധർമ്മം ഭയാവഹ. നാം സ്വധർമ്മമനുഷ്ഠിച്ചാൽ ശ്രേയസ്കരമാണ്, നമ്മൾ വികസിക്കും, നമ്മൾ ഉയരും. പരധർമ്മമാണ് അനുഷ്ഠിക്കുന്നതെങ്കിലോ ഭയാവഹം, പിന്നീട് നമുക്ക് പശ്ചാത്താപവും കുറ്റബോധവും വിഷമവും വേദനയും വരും. അപ്പം എന്താണ് ഈ സ്വധർമ്മം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടു, രാഷ്ട്രത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം. അപ്പം നമ്മൾ മാറി നിന്ന് ഭീരുക്കളെപ്പോലെ ഇതൊന്നും എൻ്റെ ജോലിയല്ല, ഇതൊക്കെ ഞാൻ നോക്കേണ്ട കാര്യമാണ്, പട്ടാളക്കാരുണ്ട്, പോലീസുകാരുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ രാഷ്ട്രവിധ്വംസന ശക്തികൾ ഇവിടെ അഴിഞ്ഞാടുമ്പോൾ അവസാനം അവരുടെ കയ്യിലെ ബോംബ് നിങ്ങളുടെ വീട്ടിലും വന്ന് വീഴുമ്പോൾ പൊട്ടിത്തെറിച്ച് ചത്തിട്ട് കാര്യമില്ല. അപ്പം ഇത്തരം ദുഷ്ടശക്തികൾ വളർന്നു വരുമ്പോൾ നാം അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആദ്യം ആശയം കൊണ്ടും ശക്തി കൊണ്ടും നമ്മൾ അതിനെതിരെ നിൽക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, നമ്മളൊരു മതത്തിനും എതിരല്ല. പക്ഷേ രാഷ്ട്രത്തിലിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റി എല്ലാ സൗകര്യങ്ങളും മറ്റുള്ളവരേക്കാൾ വാങ്ങിച്ച് എന്നിട്ട് രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ നാം ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ തകർച്ചയായിരിക്കും അത് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ ഒരുപക്ഷെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്, ഭയപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ നോക്കൂ, കാശ്മീരിലൊക്കെ സംഭവിച്ചത് ഇതാണ്. കാശ്മീർ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഈ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള രാഷ്ട്രവിധ്വംസന ശക്തികൾക്ക് വളരാൻ അവിടുത്തെ ആളുകൾ അവരെങ്ങനെ വളർന്നോട്ടെ, നമ്മുടെ കൺസേൺഡ് അല്ല. ഇന്നിപ്പോൾ നോക്കൂ, സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത നാടുകളായി മാറി. കാശ്മീർ നോക്കൂ നിങ്ങൾ, ഇന്ന് അവിടുത്തെ അവസ്ഥ, പണ്ഡിറ്റുകൾ അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവരെന്താ ചെയ്തോട്ടെ, നമ്മുടെ ജോലിയല്ല, ഓക്കെ, ഇന്നിപ്പോൾ തെരുവ് തെണ്ടുകയാണ്. ഡൽഹിയിലൊരു സ്ട്രീറ്റ് തന്നെ ഉണ്ട്, കാശ്മീർ സ്ട്രീറ്റ്. ഈ പണ്ഡിറ്റുകൾ അവിടെ വന്ന് കൂടിക്കിടക്കുകയാണ്. അതിൽ കുറേ എണ്ണം പിച്ച തണ്ടാനും. ഈ ഐക്യം അന്നുണ്ടായാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അന്ന് കണ്ണ് തുറന്ന് കണ്ടില്ല. അന്ന് അവനവൻ്റെ ലോകം, അവനവൻ്റെ വീട്, അവനവൻ്റെ 10 സെൻറ്റ്. ബോംബ് വന്ന് വീണപ്പോൾ എന്ത് 10 സെൻറ്റ്? ജീവനം കൊണ്ട് ഓടേണ്ടി വന്നു. കാരണം വരുന്നവൻ്റെ കയ്യിൽ ആയുധമാണ് സാറേ, ബോംബും തോക്കും.
അവനെ ആക്രമിക്കാനും ബലാത്സംഗം ചെയ്യാനും ഒരു മടിയില്ല. മനുഷ്യത്വത്തിൻ്റെ ഒരു അംശം പോലും അതിലില്ല. കാരണം അവരുടെ ഭാഷ അതാണ്. അവിടെ നമ്മൾ ഹരേ രാമ പാടിയിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് രാഷ്ട്രധർമ്മം മുഖ്യധർമ്മം. രാഷ്ട്രത്തിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ പ്രഥമധർമ്മമാണ്. അപ്പം അതിന് നാം മുന്നിട്ടിറങ്ങണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിലായിട്ട് കണ്ടു, ഞാൻ ആവർത്തിക്കുന്നില്ല. അതുപോലെ പ്രകൃതിധർമ്മം, ആത്മധർമ്മം, കുടുംബധർമ്മം, അഞ്ചാമത്തത് സമൂഹധർമ്മം. ഇപ്രകാരം നാം നമ്മുടെ ധർമ്മത്തെ അനുഷ്ഠിച്ചാൽ മാത്രമേ നമുക്ക് ശ്രേയസ്കരമായൊരു ജീവിതം കിട്ടുകയുള്ളൂ എന്നാണ് കൃഷ്ണൻ പറയുന്നത്. എന്നാൽ അതിനു പകരം പരധർമ്മം അനുഷ്ഠിച്ചാൽ, പരധർമ്മം എന്നാൽ നാം ചെയ്യേണ്ടത് ചെയ്യാതെ, നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് പരധർമ്മം. പരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ധർമ്മം എന്ന് പറയുന്നത് ഇവിടെ മറ്റൊരാൾ എന്ന അർത്ഥത്തിലല്ല. ഒരുപക്ഷെ അർജുനനെ സംബന്ധിച്ച് അർജുനൻ യുദ്ധം ചെയ്യേണ്ട ആൾ, അധർമ്മത്തിനെതിരെ പോരാടേണ്ട ആൾ, ഞാനിതൊക്കെ വിട്ടിട്ടതാ പോകുന്നു എന്ന് പറയുമ്പോൾ ഉപേക്ഷിച്ചു പോകുന്നൊരു ഭീരുവിൻ്റെ ധർമ്മമല്ല അർജുന നീ അനുഷ്ഠിക്കേണ്ടത്. ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സന്യാസിയായി തീരേണ്ട ധർമ്മമല്ല ഒരു ക്ഷത്രിയൻ്റെ ധർമ്മം. ഇതുപോലെ നമ്മളിലും ഈ ഒരു പേഴ്സണാലിറ്റി ക്രൈസിസ് ഉണ്ടാവരുത്. ഇതെൻ്റെ ധർമ്മമല്ല എന്ന് നാം പറയരുത്. ഇത് ഒരു പോലീസുകാരൻ്റെ ധർമ്മമാണ്, അല്ലെങ്കിൽ ഇതൊരു പട്ടാളക്കാരൻ്റെ ധർമ്മമാണ് രാഷ്ട്രത്തെ ശിക്ഷിക്കുക, അത് പറയരുത്. കാരണം പോലീസും പട്ടാളമൊക്കെ പിന്നീടാണ് വരുന്നത്. നാം ആദ്യം മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നാം ഒറ്റക്കെട്ടായി ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് പരിമിതികളുണ്ട്. കാരണം വരുന്നത് ഒരു കൂട്ടം ആളുകളാണെങ്കിൽ നമ്മളും ഒരു കൂട്ടമായി നിൽക്കണം. അതിനുള്ള ശക്തി നമ്മളിൽ ഉണ്ടാവണം. അപ്പം അതുകൊണ്ട് നാം ആത്മീയത എന്ന് പറയുന്നത് കേവലം ജപിച്ചും ഭജിച്ചും ഇരിക്കലല്ല. അങ്ങനെയാണ് ആത്മീയത കൊണ്ടു നടന്നതെങ്കിൽ പിന്നീട് നാം കനത്ത വില കൊടുക്കേണ്ടി വരും. മലബാർ ലഹള കാലഘട്ടത്തിൽ എത്ര ക്ഷേത്രങ്ങളാണ് കൊള്ളയടിക്കപ്പെട്ടത്? ടിപ്പു സുൽത്താൻ്റെ കാലത്ത് എത്ര ക്ഷേത്രങ്ങളാണ് കൊള്ളയടിക്കപ്പെട്ടത്? എൻ്റെ ആ ദൈവങ്ങളൊന്നും ഇറങ്ങി വന്ന് രക്ഷിക്കാൻ പോയില്ലല്ലോ. നിങ്ങൾ കർണാടകയിൽ ഹംപി എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ചരിത്രം എടുത്ത് പഠിക്കണം. ഹംപി പണ്ട് ഈ ലോകത്തിൽ ഏറ്റവും പ്രാചീന കാലത്ത്, അതായത് അമേരിക്ക മറ്റുള്ള രാജ്യങ്ങളൊക്കെ അറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ ചരിത്രകാരന്മാർ എഴുതി വച്ചിരിക്കുകയാണ് ലോകത്തിൽ പരിപൂർണമായൊരു വികാസം ആ കാലഘട്ടത്തിൽ ഒരു വലിയ ഒരു ഡെവലപ്മെൻറ്റുള്ള 2 സിറ്റികളേ ഉള്ളൂ എന്നാണ്. ഒന്ന് ചൈനയിലെ ഷാങ്ഹായും 2 കർണാടകയിലുള്ള ഹംപിയും. കൃഷ്ണദേവരായർ എന്നറിയപ്പെടുന്ന ഒരു രാജാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു രാജവംശം. ഭാരതത്തിലെ ഏക ബ്രാഹ്മണ രാജാവായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യമായിരുന്നു ഹംപിയിലുണ്ടായിരുന്നത്. ഈ ഹംപിക്കടുത്താണ് വാതാബി എന്നൊരു സ്ഥലം. അവിടെയാണ് പ്രസിദ്ധമായ വാതാബി ഗണപതി ക്ഷേത്രം. അതാണ് പിന്നെ നിങ്ങൾ കേട്ട കർണാടക സംഗീതത്തിൽ വാതാപി ഗണപതിം ഭജേ, അവിടെ ഉള്ള വാതാബി ഗണപതിയാണ് സ്തുതിക്കുന്നത്. അപ്പോൾ ഈ കൃഷ്ണദേവരായരുടെ കാലം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ആളുകൾ അവരുടെ സുഖങ്ങളിൽ അങ്ങനെ മുഴുകി ജീവിച്ചു, അവരുടെ സുഖജീവിതത്തിൽ. അപ്പോഴാണ് ഹൈദരാബാദ് നിസാമിൻ്റെയും മറ്റും നേതൃത്വത്തിൽ വലിയ പടകൾ വന്ന് ഈ സാമ്രാജ്യത്തെ നശിപ്പിച്ചു എന്നല്ല, ചരിത്രം പറയുന്നത് 10,000 ഹിന്ദു പുരുഷന്മാരെ അവിടെ വെട്ടിക്കൊന്നു എന്നാണ്. ആ സ്ത്രീകളെ മുഴുവൻ മാനഭംഗപ്പെടുത്തിയും മതം മാറ്റിയും. സ്ത്രീകളെ അവർ കൊല്ലില്ല, കാരണം അവരുടെ കാമതൃഷ്ണ അടക്കാനുള്ളതാണ് സ്ത്രീകൾ. ആ സ്ത്രീകളെ മുഴുവൻ അവർ കുറേ എണ്ണം ആത്മഹത്യ ചെയ്തു. ഈ ചരിത്രം നിങ്ങൾക്ക് ഇന്ന് പഠിക്കാൻ കിട്ടും. അപ്പോൾ സുഖജീവിതത്തിൽ അങ്ങനെ മുഴുകി നിന്നപ്പോൾ പുറത്തുള്ള കാഹളം കേൾക്കാൻ ഇവർ പഠിച്ചില്ല, ഇവർ തയ്യാറായില്ല. ഇതാണ് ഹിന്ദു സമൂഹത്തിന് ഇന്ന് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം നാം നമ്മുടെ രാഷ്ട്രത്തിനെതിരെ ഒരു വിധ്വംസ ശക്തിയും ഇനി വളരാതിരിക്കണമെങ്കിൽ
എൻ്റെ രാഷ്ട്രമാണ് എൻ്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന ബോധം വേണം. അർജുനനോട് അതാ പറയണത്, നീ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഭീരുവിൻ്റെ പരധർമ്മം അനുഷ്ഠിക്കരുത്. അത് ശരിയല്ല. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടവൻ ആണ് ധർമ്മം അനുഷ്ഠിക്കുന്നവൻ. അല്ലാത്തവൻ ഭീരുവാണ്. അല്ലാത്തവൻ സമൂഹത്തിനൊരു ഭാരമാണ്, ബാധ്യതയാണ്. അപ്പം അതുകൊണ്ട് അർജുന, സ്വധർമ്മേ നിധനം ശ്രേയ, നീ നിൻ്റെ ധർമ്മം അനുഷ്ഠിക്കാൻ തയ്യാറായാൽ നിനക്കെന്നും ശ്രേയസ്സാണ്. നിനക്കും മാനസികമായി സംതൃപ്തി. നീ ചെയ്യേണ്ടത് ചെയ്തില്ല എന്നുള്ളൊരു കുറ്റബോധം വന്നാൽ മറ്റുള്ളവരല്ല നിന്നെ തോൽപ്പിക്കുന്നത്, നീ തന്നെ നിന്നെ പഴി പറഞ്ഞ് ശപിച്ച് നീ തന്നെ നിന്നെ വെറുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ സഹോദരിമാർ മാനഭംഗപ്പെടുകയാണെങ്കിൽ നമുക്കെന്തൊരു വേദന ഉണ്ടാവും. അയ്യോ, എനിക്കിത് കാണേണ്ടി വന്നല്ലോ. ആ ഒരു അവസ്ഥയിലേക്ക് മാനവ സമൂഹം മാറരുത്. കാശ്മീരിൽ അത് സംഭവിച്ചു. അതുകൊണ്ടാണ് ഇന്ന് കാശ്മീരിൽ ഈ കാശ്മീർ പണ്ഡിറ്റുകൾക്ക് മനസ്സിലായത് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചില്ലായിരുന്നു, ഇനിയും പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്കിനിയും ഇതുപോലുള്ള വിപത്തുക്കളെ കാണേണ്ടി വരുന്നു. ഇത് ഒരു മതത്തിനും എതിരല്ല നമ്മൾ. പക്ഷേ നമ്മുടെ സംസ്കൃതിയെ നാം നിലനിർത്തണമെങ്കിൽ, നമ്മുടെ ധർമ്മത്തെ നിലനിർത്തണമെങ്കിൽ, നമ്മുടെ രാഷ്ട്രത്തെ നിലനിർത്തണമെങ്കിൽ രാഷ്ട്രബോധമുണ്ടാവണം, രാഷ്ട്രധർമ്മമുണ്ടാവണം. നമ്മൾ മുന്നിട്ടിറങ്ങുക തന്നെ വേണം. അപ്രകാരം സ്വധർമ്മേ നിധനം ശ്രേയ പരധർമാൽ ഭയാവഹ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ പറഞ്ഞു, അതുകൊണ്ട് അർജുന, നീ നിൻ്റെ മനസ്സിനെ ഉയർത്തണം. ഒരിക്കലും നമ്മൾ തളർത്താൻ പാടില്ല. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർ തളർത്തിയാലും പ്രവർത്തിച്ചാലും നിൻ്റെ ധൈര്യം ചോർന്നു പോരുത്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരഭൂമിയിൽ ബ്രിട്ടീഷുകാർ ആവും പാടും തകർക്കാൻ നോക്കി നമ്മുടെ ആളുകളെ. പക്ഷേ വന്ദേ മാതരം, വന്ദേ മാതരം, എൻ്റെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ രാഷ്ട്രത്തിലുള്ള ആളുകളുടെ, എൻ്റെ സുഖമല്ല അവർ നോക്കിയത്, എൻ്റെ രാഷ്ട്രത്തിലുള്ള ആളുകളുടെ അവർക്കൊരു വിശാലതയുണ്ടായിരുന്നു. മനുഷ്യൻ സ്വാർത്ഥനായപ്പോഴാണ്, വിശാലത നഷ്ടപ്പെട്ടപ്പോഴാണ് മനുഷ്യൻ ഇന്ന് ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയത്. ഒരുപക്ഷെ നമുക്കൊക്കെ മുന്നോട്ടിറങ്ങേണ്ടതുണ്ട് നാളത്തെ തലമുറകൾക്ക് സുരക്ഷിതരായിട്ടിരിക്കാൻ. അപ്പം അതുകൊണ്ട് നാം നമ്മുടെ ധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ നാം നമ്മളെ പഴിക്കേണ്ടി വരും. നമ്മുടെ മുന്നിൽ വെച്ച് പല ദുരിതങ്ങളും കാണേണ്ടി വരും. നമ്മുടെ വരും തലമുറകൾക്ക് ദുരിതങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പം അതുകൊണ്ട് അർജുന, ഈ ധർമ്മത്തിൽ നിന്നും നീ മാറി നിൽക്കരുത്. ഇത് നിൻ്റെ മനസ്സിനെ വികസിപ്പിക്കുന്ന കാര്യമാണ്. കാരണം നാം ചെയ്യേണ്ടത് ചെയ്തു എന്ന് വരുമ്പോഴാണ് നമുക്ക് കൃതാർത്ഥത വരുന്നത്. നാം മാറി നിൽക്കുമ്പോഴാണ് കുറ്റബോധം കൊണ്ട് മനസ്സ് ശുഷ്കിച്ചു പോകുന്നത്, ചുരുങ്ങിപ്പോകുന്നത്. നമുക്ക് മറ്റൊരാൾ പിന്നെ കൊല്ലേണ്ടതില്ലേ, നമ്മൾ തന്നെ നമ്മളെ കൊന്നതിന് തുല്യമായി. അപ്പം അതുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്യാനുള്ള ബുദ്ധി നിനക്കുണ്ടാവണം അർജുന എന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുമ്പോൾ ഇത് നമുക്ക് കൂടിയുള്ള ആഹ്വാനമാണ്. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യണം. മനസ്സിനെ തളർത്താനാണോ ഞാൻ വന്നത്, വളർത്താനാണോ വന്നത്? ഈ ഭൂമിയിലുള്ളതെല്ലാം വികസിക്കുകയല്ലേ, ഞാൻ എൻ്റെ മനസ്സിനെ വികസിപ്പിക്കുകയല്ലേ വേണ്ടത്. അത് പിന്നെ എന്തിനാ തളരുന്നത്? അപ്പോഴാണ് അർജുനൻ്റെ മനസ്സിൽ ഈ ചോദ്യം കയറിക്കൂടിയത്. ഈ ഭൂമിയിൽ എല്ലാവരും വരുന്നത് മനസ്സിനെ വികസിപ്പിക്കാൻ തന്നെ, സംശയമില്ല. പക്ഷേ കൃഷ്ണ, നമ്മളെത്ര മനസ്സിനെ വികസിപ്പിക്കാൻ നോക്കിയാലും ബാഹ്യപ്രകൃതി, അതായത് മറ്റുള്ളവരുടെ പ്രവൃത്തികളും സ്വഭാവവും നമ്മുടെ മനസ്സിനെ പലപ്പോഴും വേദനിപ്പിക്കുന്നു. ആ സമയത്ത് മനസ്സ് വികസിക്കുന്നതിന് വരെ സങ്കോചിക്കുകയല്ലേ, ചുരുങ്ങുകയല്ലേ, തളരുകയല്ലേ? അതെന്താണ് കൃഷ്ണ കാരണം? ഇത് അർജുനൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ ചോദ്യം കിടക്കുകയാണ്. അതായത് വികസിപ്പിക്കണം എന്ന് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. ഉയരണം, വളരണം. ആ ആഗ്രഹത്തിന് വിപരീതമായി ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ ആഞ്ഞടിക്കുമ്പോൾ ആ പ്രതിസന്ധികളെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും? അതിന് അർജുനൻ ചോദിക്കുന്ന ചോദ്യമാണ് ഇനി നമ്മൾ വായിക്കുന്നത്. 37-ാം ശ്ലോകം അർജുനൻ്റെ ചോദ്യമാണ്. ഇത് നമ്മൾ ഓരോരുത്തരുടെയും ചോദ്യമായിരിക്കണം. അതായത് ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പിറന്നു വീണത് എൻ്റെ മനസ്സിനെ വികസിപ്പിക്കാനാണ്, ഉയർത്താനാണ്. പക്ഷേ എന്തേ എൻ്റെ മനസ്സ് വികസിക്കുന്നതിന് പകരം പല സാഹചര്യങ്ങളിലും പെട്ട് തളർന്നു പോകുന്നു, ദുർബലമാകുന്നു. ഒരു പെൺകുട്ടിയെ അച്ഛൻ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ സുന്ദരമായ, ശോഭനമായ, സുസമൃദ്ധമായ ഒരു ഭാവി എൻ്റെ മകൾക്കുണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. പക്ഷെ ആ പെൺകുട്ടിയുടെ മനസ്സ്
എത്ര സ്വർണ്ണാഭരണങ്ങൾ കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുത്താലും വെന്ത് നീറുകയാണ്. വേദന കൊണ്ട് തളർന്ന് ശുഷ്കിക്കുകയാണ്. ആ കുട്ടിയുടെ ജീവിതം മുരടിക്കുകയാണ്, വളരുകയല്ല. നോക്കൂ, ഒരു വശത്ത് അച്ഛൻ ഭാവന ചെയ്തത് വികസിക്കണം എന്നാണ്, മനസ്സും ജീവിതമൊക്കെ ഉയരണം എന്നാണ്. പക്ഷെ കുട്ടിയുടെ മനസ്സാണെങ്കിൽ ചുരുങ്ങി വേദന കൊണ്ട്, വിഷമം കൊണ്ട്, വിഷാദം കൊണ്ട് ഉൾവലിയുകയാണ്. എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ തളർന്നു പോകുന്നത്? നമുക്കുത്തരം പെട്ടെന്നുണ്ടാവും. ബാഹ്യപ്രകൃതികൾ എന്നെ സ്വാധീനിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കും പ്രവൃത്തി. ഇന്ന് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, സ്ത്രീധന പീഡനം കാരണം പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന്. വാസ്തവത്തിൽ നിങ്ങൾ ആ വായിക്കുമ്പോഴും അതിൻ്റെ മറ്റൊരു വശം കൂടി പഠിക്കണം. സ്ത്രീ പീഡനം എന്ന് പറയുന്നത് ഈ രൂപത്തിലല്ലേ വേറെ രൂപത്തിലും വരാം. ഇതിപ്പം സ്ത്രീധന പ്രശ്നങ്ങൾ ഇനി എത്ര നിയമങ്ങളെ കൊണ്ട് നിയന്ത്രിച്ചാലും വാക്കുകളെ കൊണ്ട് വേദനിപ്പിച്ചുകൂടെ? അല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ അതൊരു വേദനയല്ലേ? നോക്കൂ, നിങ്ങൾ ഭർത്താവ് ഭാര്യയോട് മിണ്ടണില്ല, ഒരക്ഷരം മിണ്ടണില്ല എന്ന് ചോദിച്ചാലും മുഖം വീർപ്പിക്കുക. ആ വിഷമം അതെത്ര ദിവസം താങ്ങാൻ പറ്റും? കുറേ കഴിഞ്ഞാൽ മടുപ്പും വിരസതയും വരും ജീവിതത്തിൽ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വിഷമവും വേദനയും പല രൂപത്തിലും പല പ്രകാരത്തിലും നമ്മുടെ ജീവിതത്തിൽ പലരിൽ നിന്നും വരും. അപ്പം അങ്ങനെ പലരിൽ നിന്നും പല രീതിയിൽ വരുമ്പോൾ നമ്മൾ എത്ര കാലം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും? ഇതിനെതിരെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമുക്കിതിനെന്താ ഒരു പോംവഴിയുള്ളത്? ഇവിടെയാണ് അർജുനൻ്റെ ചോദ്യം നമുക്ക് വളരെ പ്രസക്തമാവുന്നത്. നോക്കൂ, നിങ്ങൾ ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന അത്യുത്തമ ശാസ്ത്രമാണ് ഗീത എന്നത്. ഇതിൽ പരമൊരു തെളിവ് ആവശ്യമുണ്ടോ? അത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന കാര്യമാണ്. പലരുടെയും വാക്കും പ്രവൃത്തിയും നമ്മളെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ വേദനകൾ അവരെ മാറ്റിയത് കൊണ്ട് മാത്രം മാറുമോ? ഒരാൾ ഭാര്യയിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ അനുഭവിക്കുന്നു, ഭാര്യ ഒരു പക്ഷേ ദ്രോഹിക്കുന്നു. ആ ഭാര്യയെ മാറ്റി വേറൊരു ഭാര്യയെ വെച്ചാൽ പ്രശ്നം തീരുമോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ വലിയ MP ആയ അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാം. 3ാമത്തെ ഭാര്യയിൽ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒരു ഭാര്യയിൽ നിന്ന് വേറൊരു ഭാര്യയെ കിട്ടിയതുകൊണ്ട് പ്രശ്നം തീരുന്നില്ലല്ലോ, വീണ്ടും പ്രശ്നങ്ങളാണ്. അവരും ഉപേക്ഷിച്ചു പോവുക, അവരും ആത്മഹത്യ ചെയ്യുക, അവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 4ാമതൊരാളെ കിട്ടിയാൽ പ്രശ്നങ്ങൾ തീരുമോ? അപ്പം നാം അറിയണം ഈ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ പരിഹാരം എന്താണ്. അതാണ് ഭഗവത്ഗീതയിലൂടെ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു വശത്ത് ബാഹ്യപ്രകൃതികൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്, പരമസത്യമാണ്. പക്ഷേ ബാഹ്യപ്രകൃതി മാത്രം മാറ്റിയതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ സാധ്യമല്ല. ആ ധാരണ മാറ്റണം. ആന്തരിക പ്രകൃതി ഉള്ളതുകൊണ്ടല്ലേ ബാഹ്യപ്രകൃതി സ്വാധീനിക്കുന്നത്. അപ്പം ആന്തരിക പ്രകൃതിക്കും ചില മാറ്റങ്ങൾ വേണ്ടേ? അതും ഒന്ന് മാറ്റിയെടുക്കണ്ടേ? കേവലം ബാഹ്യമായ വ്യക്തികളെ മാറ്റിയത് കൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? അത് ചോദിക്കേണ്ട ചോദ്യമാണത്. അപ്പം അതുകൊണ്ട് അതിനെന്താണ് വഴി എന്ന് അർജുനൻ ചോദിച്ചപ്പോൾ അതിന് വിശദമായ അതിഗംഭീരമായ ഉത്തരം തരികയാണ് കൃഷ്ണൻ. അപ്പം അർജുനൻ്റെ ചോദ്യവും കൃഷ്ണൻ്റെ ഉത്തരവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.